നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറുട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ എക്കാലവും ഉറഞ്ഞു കിടക്കുന്ന ഒരു ഏറ്റവും ചീത്ത ഒരു സ്വഭാവമാണ് വർഗീയത എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് പറഞ്ഞതാണ്. ഇന്ന് നമുക്കറിയാം, ഇസ്രയേലുകൾ പറയുന്നു ഗസയിൽ നിന്ന് എല്ലാ ലക്ഷോപലക്ഷം ആളുകളെ മുഴുവൻ എങ്ങോട്ടെങ്കിലും പറഞ്ഞേക്കും. അതായത് റിക്വസ്റ്റ് നടത്തിയിരിക്കുന്നത് ഈജിപ്തിനോടും ജോർദാനോടും മറ്റുമാണ്. ആരാണ് നടത്തുന്നത്? ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആകെ തകിട് പൊടിയാക്കും എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അമേരിക്ക നേരിട്ട് ഗസ ഏറ്റെടുക്കുന്നു. അതിനുശേഷം അവിടെ വരാൻ പോകുന്ന ഡെവലപ്പിനെ കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുക. അപ്പോൾ ഒരു രാജ്യത്തെ ആളുകളെ മുഴുവൻ എങ്ങോട്ടെങ്കിലും തള്ളിവിട്ട ശേഷം അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റും. അങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുമ്പോൾ അവിടെ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റിൽ നിന്നൊരു സംഖ്യ ഈ പോയവർ നോക്കുന്ന കൺട്രീസ് ഏതാണോ അതിന് നൽകുമെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അത് തന്നെയുമല്ല, ഇങ്ങനെ ഈ ജനങ്ങളെ ഏറ്റെടുക്കുന്ന ടീമിന് നല്ലൊരു ബിഗ് എമൗണ്ടും വാഗ്ദാനം ചെയ്യുന്നു. നാം ഒന്ന് ആലോചിക്കണം. എന്താണെന്ന് വെച്ചാൽ, എത്ര പൈസ കൊടുത്താലും ശരി, എത്ര സ്വർണം കൊടുത്താലും ശരി, മറ്റെന്ത് കൊടുത്താലും ശരി, പിറന്ന നാടിനെ ഒക്കൂല അവരുടെ യാതൊരു കാര്യങ്ങളും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെൻറ്റാലിറ്റി. കാരണം ഇവിടെ നിന്ന് പോകുന്ന ആളുകളുടെ കാസ്റ്റ് അല്ലെങ്കിൽ റിലിജൻ ഒക്കെ ഒന്നാണെങ്കിലും പലവിധ സ്വഭാവത്തിൽ അവരെ ഏറ്റെടുക്കാൻ മറ്റൊരു രാജ്യത്തിന് എന്തായാലും തയ്യാറാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറേ ആളുകൾ പറയും അവിടെ അങ്ങനെയാണെന്നേ. ഇസ്രായേലികളും മഹാക്രൂരന്മാരും അതുപോലെ തന്നെ വർഗീയവാദികളുമാണ്. നമ്മെ കണ്ടുപിടിക്കണം. ആരെ? ഇന്ത്യക്കാരെ. ശരിയാണോ? ഇന്ത്യക്കാരെ കണ്ടുപിടിക്കാൻ എന്താ ഉള്ളത്? ഇന്ത്യയിലുണ്ട് മുഴുത്ത വർഗീയത. ഒരു കാര്യം പറയാം, ഒരു കഥ ലക്നൗവിൽ നടന്നതാണ്. ഒരു ചെറുപ്പക്കാരൻ അവരുടെ സുഹൃത്തുമൊത്ത് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു വിരുന്നിൽ. അവിടെ വെച്ച് അവന് കുടിക്കാൻ ഇവർ ആരും അറിയാതെ മൂത്രം നൽകുന്നു. അതിനുശേഷം അവനെ നായയുടെ പാത്രത്തിൽ ഭക്ഷണം തീറ്റിക്കുന്നു. അങ്ങനെ അടിച്ചിട്ടും കുത്തിയിട്ടൊക്കെ ആയിട്ട് അവിടെ നിന്നും ആട്ടി അകറ്റപ്പെടുകയാണ്. സവർണരും അവർണരും. ഒരു ദളിത് യുവാവിനെ, പാവപ്പെട്ട ഒരു ദളിത് യുവാവിനെയാണ് ഇങ്ങനെ ചെയ്തിട്ട് അവിടെ നിന്ന് മണ്ടിച്ചത്. ആ കുട്ടി വീട്ടിൽ വന്നിട്ട് മനം നൊന്നിട്ട് ആത്മഹത്യ ചെയ്തു. ഈ വിവരം പോലീസ് സ്റ്റേഷനിൽ ഈ ദളിത് യുവാവിൻ്റെ ആളുകൾ അറിയിക്കാൻ പോയപ്പോൾ അവിടെ HSO കേസെടുക്കാൻ വളരെ വൈകുന്നു. എന്താ? പണക്കാർക്ക് നേരെയാണ് കേസെടുക്കുന്നത്, സവർണർക്ക് നേരെ. അവർണർ അനുഭവിച്ചതിന് സവർണർക്ക് നേരെയുള്ള കേസാണ്. ഇത് എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, ബുദ്ധിമുട്ടുകയും ചെയ്തു. അങ്ങനെ പത്രക്കാരും മാധ്യമങ്ങളൊക്കെ കൂടിയിട്ട് പിറ്റന്നാൾ ഒരുപാട് ജനങ്ങളൊക്കെ പാടെ കൂടിയതിന് ശേഷം ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അധികാരം അറിയാത്ത ന്യൂസാണ്. അപ്പോൾ നമ്മളും ഒട്ടും പിന്നിലല്ല. ഒരു മനുഷ്യനോടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് മനുഷ്യന്മാരാണ് മനുഷ്യന്മാരോട് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു കാലം വരണമെങ്കിൽ നമ്മുടെ തലച്ചോറിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ വേണം. അതായത് തേനടുത്ത് എത്താതിരിക്കുന്ന ഉറുമ്പിനെ പോലെയാണ് നാം എന്ന് ഏതൊരു ചിന്തകൻ പറഞ്ഞു. അതായത് തേൻ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അറിവിനെയാണ്. അപ്പോൾ അറിവിൻ്റെ അടുത്ത് ഇതുവരെയും നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങളുമുണ്ട്.
ഇപ്പോൾ തന്നെ അറിയാം, നമ്മൾ മുസ്ലിങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ സുന്നികൾ, മുജാഹിദീങ്ങൾ, പിന്നെന്താണ് കാതേനികൾ, വഹാബികൾ ഇങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും വിവിധ സെറ്റപ്പുകളായിട്ട് വെവ്വേറെ ആയി പോകുന്നു. പിന്നെ ഹിന്ദുക്കളാണെങ്കിലും വിവിധ സെറ്റപ്പുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ ഇസ്രായേലുകളും പലതരം സെറ്റപ്പുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ആർക്കും പൊതുവിജ്ഞാനം കിട്ടുന്നില്ല, അത് പഠിക്കണമെന്നില്ല. ഇസ്രായേലിൽ ഭേദപ്പെട്ടൊരു നിയമമില്ല. അവർക്ക് അവരുടേതായ ഇഷ്ടത്തിന് എന്തൊക്കെ എഴുതിയുണ്ടാക്കിയ കുറച്ച് നിയമങ്ങൾ, അതൊരു നിയമസംഹിതയായിട്ട് കണക്കൂട്ടാൻ വയ്യ. ഇന്ത്യയിലോ, ഇന്ത്യയിൽ എല്ലാവിധ നിയമങ്ങളും ഉണ്ട്, എന്നിട്ടും നമ്മൾ ഇപ്പോഴും കരകയറിയിട്ടില്ല എന്നുള്ളതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ഒരു രാജ്യത്തിന് അനാവശ്യമായിട്ടുള്ള സംഗതികളാണ്. രാജ്യത്തിനാവശ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരേ ഗ്രൂപ്പായിട്ടുള്ള മനുഷ്യരെയാണ്. അവർ ഒരേ ചിന്തയായിരിക്കണം. ഇങ്ങനെ ആവുമ്പോൾ അതിന് ശേഷം മാത്രമാണ് ഇന്ത്യ ഇന്ന് ഈ നിലക്കെത്തിയത്. അപ്പോൾ നമ്മളതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. നാം ഇത് വീണ്ടും ആവർത്തിച്ചുകൂടാ. SC ST OBC അല്ലെങ്കിൽ ഇന്ന കാസ്റ്റ്, ഇന്ന കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുമ്പോൾ നാഷണാലിറ്റി മാത്രമാണ് ഇവിടെ ഇസ്രായേലികൾ നോക്കുന്നത്. അവരുടെ നാഷണാലിറ്റി അല്ലെങ്കിൽ അവിടുന്ന് ആട്ടിയോടിക്കപ്പെടുക എന്നുള്ള ഒരു ചിന്താധാരയാണ്. എന്തായാലും ശരി, ഗസയിൽ നിന്ന് ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ച് അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്ന് പറയുന്ന പിന്നെ ട്രംപ് എന്തിൻ്റെ അധികാരത്തിലാണ് ഈ പറയുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യം പൈസ കൊടുത്ത് വാങ്ങുക? അപ്പോൾ ഞങ്ങൾ പലതും നടത്തും, ഞങ്ങൾ നടത്തിയാൽ പലതും നടക്കും എന്നുദ്ദേശിക്കുന്ന ഒരു രീതിയാണിത്. അത് എവിടെ ചെന്നെത്തുകയെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്തായാലും ശരി, ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വർഗീയത അതുപോലുള്ള ഈ വിപത്തുകളും ഒക്കെ തന്നെ ഒരു കൺട്രിക്ക് യോജിച്ചതല്ല. ഇതിനെയുമല്ല, ഒരു വിദ്യാഭ്യാസമുള്ള ആളുകൾ ഈ ജീവിക്കുന്ന ഒരു രാജ്യത്തും ചേർന്നതുമല്ല എന്ന് ഇത്തരുണത്തിൽ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു വീഡിയോയിൽ നിന്ന് വിരമിക്കുന്നു. ഇതുവരെ എല്ലാവരും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോ ഉടൻ തന്നെ മറ്റന്നാളായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.